എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള, സ്കിൻ കെയർ അല്ല ഹെയർ കെയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സാധനം കാണിച്ചു തരാം. ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര വർക്കായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ വീട്ടിൽ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ മതി. എനിക്ക് ഫോർച്യുനേറ്റ്ലി ഈ സാധനങ്ങളൊക്കെ പറമ്പിലുണ്ട്. ഇല്ലാത്ത സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി, പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മുടെ വീട്ടിലില്ലെങ്കിലും അപ്പുറത്തെ പറമ്പിലെങ്കിലും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എനിക്ക് ഡാൻഡ്രഫ് കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹെയറിൽ അങ്ങനെ ഒരുപാട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇടാറില്ല. എന്നുവെച്ചാൽ എൻ്റെ ഹെയർ അങ്ങനെ ഭയങ്കര സിൽക്കി അങ്ങനത്തെ ഒന്നുമില്ല. കുറച്ച് ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്, കേളിയാണ്, ആൻഡ് കുറച്ചൊരു ഡ്രൈ സ്കാൽപ്പാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് ഒരു പരിധി വരെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2-3 പ്രാവശ്യമാണ് ഓയിൽ ചെയ്യുന്നത്. ആൻഡ് 3 അല്ലെങ്കിൽ 2 പ്രാവശ്യം ഹെയർ പാക്ക് ഇടും. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ പാക്കാണ്. അതിൽ ഒരു ഹെയർ പാക്കാണ്, ഹെയർ പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡ് നീരെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു അലർജിക് ആയിട്ടുള്ളവർ, നിങ്ങൾക്ക് എന്താ അലർജി ഉള്ളതെന്ന് നോക്കിയിട്ട് അത് ഈ അലർജി ഉള്ള സാധനങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഇത് എനിക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണയുടെയാണ് കേട്ടോ, നീലബൃങ്ങാതിയുടെ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. എൻ്റെ ഹെയർ കണ്ടാൽ, എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. കുറച്ച് നാളായിട്ട് ഞാൻ ഹെയർ കുറച്ചും കൂടെ കെയർ ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡേർട്ടി ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇടുക. കാരണം ഇതിൻ്റെ കറ, ഈ നമ്മൾ എടുക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതിൻ്റെ പലതിനും കറയുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പം ഡ്രസ്സ് നാശാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ വീട്ടിലിടുന്നതാണെങ്കിലും ഇതിന് മാത്രമായിട്ട് നമ്മൾ ഈ ഹെയർ കളറൊക്കെ ചെയ്യുമ്പോൾ, വീട്ടിൽ ഹെയർ കളർ ചെയ്യുന്നവരാണെങ്കിൽ ഹെയർ കളർ ചെയ്യുന്നവർ ഇടുന്ന അതിന് സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ നമുക്ക്, അതിട്ടാലും മതി. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുക. പ്രിഫറബിളി ഒരു സന്ധ്യയ്ക്ക് മുന്നേ തന്നെ ഇത് വാഷ് ഓഫ് ചെയ്ത് കളയാവുന്ന രീതിയിൽ ചെയ്യുക. 30 to 40 മിനിറ്റ്സ് എങ്കിലും സ്കാൽപ്പിൽ വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ. ആഴ്ചയിൽ ഒരു 1-2 ദിവസങ്ങളിൽ ചെയ്യാം. ഞാൻ ഈവനിങ് ആണ് തല നനയ്ക്കുന്നത്, രാവിലെ ഞാൻ തല നനയ്ക്കില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തല നനയ്ക്കുള്ളൂ. അപ്പം ഞാൻ ഈവനിങ് ആണ് ചെയ്യുന്നത്. ഞാനൊരു 4:30-5 മണി ആ സമയത്ത് ഇട്ടിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും കുളിക്കും. സോ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടത് കറ്റാർവാഴയാണതേ. ഇത് ഞാൻ ഇത്രയുള്ളൊരു പീസാണ് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത്. മണ്ണൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, കഴുകിയിട്ടില്ല. ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട്, ഫോക്കസ് ആവുന്നില്ലല്ലോ, മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഒരു മഞ്ഞ ലിക്വിഡ് പോവും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊസ് ഔട്ടായി പോവും. കണ്ടോ ഇത് ഭയങ്കര ഒരു ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ചിലപ്പം ചൊറിയാനും ഇച്ചിങ് ഉണ്ടാക്കാനും അലർജി ആയിട്ട് ഇങ്ങനെ റെഡിഷ് ആയിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മഞ്ഞ ലിക്വിഡ് എടുത്തൊരു 15 മിനിറ്റ്സ് ഇതിങ്ങനെ ഒരു സ്ഥലത്ത് ചാരി വെച്ചാൽ ഈ മഞ്ഞ ലിക്വിഡ് തന്നെ പൊക്കോളും. നെക്സ്റ്റ് വേണ്ടത് തുളസി. ഇവിടെ കണ്ടോ കുറച്ച് തുളസി ഉണ്ട്. കൃഷ്ണ തുളസി വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ, ഇത് മതി. കാണുന്നുണ്ടോ? ഇത്രയും. ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചു. ഇനി സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് കറ്റാർവാഴ. ഇത് ഞാൻ എങ്ങനെ ഇതിൻ്റെ പൾപ്പ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ വേണ്ടത് ഒരു 1/4 മീഡിയം സൈസ്ഡ് അണിയൻ. ചെറിയുള്ളി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്ക് ഇതാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ മുരിങ്ങയുടെ ഇല ഒരു 2-3 ബ്രാഞ്ച് ഓഫ് തളിരില തന്നെ വേണം. മറ്റേ കട്ടിയുള്ള ഇല എടുക്കരുത്.
തളിരിലയാണ് നല്ലത്. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില. ഞാനിപ്പോൾ ഇതിങ്ങനെ പിച്ച് ചീന്തിയിട്ടതാണ്, കാണുന്നുണ്ട് കറിവേപ്പില. പിന്നെ നമ്മളെടുത്തില്ലേ അത്രയും തുളസിയുടെ ആ പൂവൊന്നും എടുക്കരുത്, ജസ്റ്റ് ഇല. ഡാൻഡ്രഫൊക്കെ ഭയങ്കരമായിട്ടുള്ളവർക്ക് തുളസിയുടെ ഇലയുടെ നീര് ഇതേപോലെ തലയിൽ തേക്കുന്നത് നല്ലതാണ്. ഇത് ഇത്രയും സാധനങ്ങൾ. കഞ്ഞിവെള്ളം, കുറച്ചൊരു കഞ്ഞിവെള്ളത്തിലാണ് ഇത് അരയ്ക്കേണ്ടത്. പക്ഷെ ഇന്ന് ഇവിടെ കഞ്ഞിവെള്ളമില്ല, ഇന്ന് നമ്മൾ ഗീ റൈസാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മട്ടേരിയുടെ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞി നമ്മൾ തിളപ്പിച്ചിട്ട് ഊറ്റിക്കളയുന്ന വെള്ളമില്ലേ, ആ വെള്ളമാണ് വേണ്ടത്. ഞാനതാണ് യൂസ് ചെയ്യണേ. അത് ഇന്നിവിടെ ഇല്ല. ഞാൻ പുളിപ്പിച്ചതായാലും മതി, തലേ ദിവസത്തെ വെള്ളമായാലും മതി. പക്ഷേ രണ്ടുമില്ല ഇവിടെ. ഞാൻ ഇന്നലെ ഓർത്തുമില്ല കാര്യം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെല്ലിക്കയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ അടുത്തില്ല, ഞാൻ ചില ദിവസങ്ങളിൽ നെല്ലിക്കയും ഇടാറുണ്ട്. നെല്ലിക്ക ഇതേപോലെ കഴുകിയിട്ട് ഒരു അര നെല്ലിക്ക, മീഡിയം സൈസിട്ടാണെങ്കിൽ ഇത്ര ഉള്ള നെല്ലിക്കയാണെങ്കിൽ ഒരു അര നെല്ലിക്കയൊക്കെ ഇതിൻ്റെ കൂടി ഇട്ടാൽ മതി. പിന്നെ ഈ സവോള ചിലർക്ക് നീറ്റലുണ്ടാക്കും, കണ്ണെരിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കും, എനിക്കും ഉണ്ടാക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ പീസ് കട്ട് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ നീറ്റൽ തരുന്ന സബ്സ്റ്റൻസൊക്കെ പോവും. എനിക്ക് എഫക്റ്റീവാണ്. ഞാൻ ഈ സാധനം സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കറിക്കരിയില്ലേ, അപ്പോഴും തൊലി കളഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിടും. എന്നിട്ട് അരിയുമ്പോൾ എനിക്ക് അത്ര നീറ്റിലുണ്ടാകാറില്ല. സോ തലയിൽ തേക്കാനാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. ഇത് ഭയങ്കരമായിട്ട് മുടി നന്നായിട്ട് ലെങ്ത്ത് വെക്കും ഈ സവോള തേച്ചാൽ, സവോളയുടെ നീര്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. മുരിങ്ങയുടെ ഇല, 3 തണ്ട് കറിവേപ്പില, തളിരില തന്നെ വേണം. കറിവേപ്പിലയും തളിരില കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. മുരിങ്ങയുടെ ഇല തളിരില തന്നെ വേണം. പിന്നെ തുളസിയുടെ ഇല, കറ്റാർവാഴ, ഇത്ര ഉള്ളത് മതി. പിന്നെന്താ പറഞ്ഞേ, സവോള. ഇത്രയും കറി മറ്റേ കഞ്ഞിവെള്ളത്തിലാണ് അരയ്ക്കേണ്ടത്. ഇന്ന് കഞ്ഞിവെള്ളമില്ല, അപ്പോൾ സാധാ പ്ലെയിൻ വാട്ടറിലായാലും മതി. പിന്നെ ശ്രദ്ധിക്കുക, നമ്മളിത് അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഫേസ് പാക്കും അതേപോലെ ഹെയർ കെയറിൻ്റെ സാധനങ്ങളൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡർ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മുളകും കാര്യങ്ങളൊന്നും അരയ്ക്കില്ല. അങ്ങനെ അരയ്ക്കുന്ന ജാറിൽ ഇത് ഉണ്ടാക്കരുത്, നല്ലോണം പണി കിട്ടും. എനിക്ക് ആദ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ അറിയില്ലാണ്ട് അങ്ങനെ ചെയ്തിട്ട്. അപ്പം ഞാൻ അതിനായിട്ട് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു അരിപ്പയും ഇതേപോലെ ഒരു ബ്ലെൻഡിങ് ജാർ, മറ്റേ ഒരു ബ്ലെൻഡർ ഉണ്ടല്ലോ, അതാണ്, സാധാ മിക്സി അല്ല, ബ്ലെൻഡറിൻ്റെ ഒരു ജാർ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന്. ഇതും ഞാൻ മുളകരയ്ക്കാൻ ഉപയോഗിക്കില്ല. ഇതും ഞാൻ മുളക്, ഇഞ്ചി അങ്ങനത്തെ ഉള്ള ഒരു സാധനവും അരച്ച ബ്ലെൻഡറിലോ ജാറിലോ നമ്മൾ തലയിലും മുഖത്തും തേക്കുന്ന ഒന്നും അരയ്ക്കരുത്. അപ്പോൾ ഇത്രയാണ് സാധനങ്ങൾ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറയുന്നത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇങ്ങനെ ഒരു സർഫസ്, പിന്നെ ഇങ്ങനെ ബെൻഡഡ് ആയിട്ടുള്ള സർഫസ്. നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള തൊലി ഇങ്ങനെ എടുത്താൽ നമുക്കിങ്ങനെ അടർന്നു പോരും. ഇത് നന്നായിട്ട് അടർത്തി എടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് വേണ്ട. ഇത് വേണമെങ്കിൽ മുഖത്തൊക്കെ തയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കിങ്ങനെ ജെല്ല് സ്കൂപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ കഴുകാം. ഞാനിപ്പോൾ നന്നായിട്ട് കണ്ടോ, ഇവിടുത്തെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചപ്പം, അതൊക്കെ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജെല്ല് ഇങ്ങനെ എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ജെല്ല് കഴുകാം. ഞാനത് ചെയ്യുന്നില്ല. സവോള, ഇതിൽ മുരിങ്ങയിടലുണ്ട്, കറിവേപ്പിലയുണ്ട്, മറ്റേ തുളസിയുടെ ഇലയുണ്ട്. ഇത് കുറച്ചൊരു നാരുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കറിക്ക് തോരനൊക്കെ എടുക്കണതിൻ്റെ പോലെ എടുക്കണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് നമ്മളിതൊന്നും കൂടി ബ്ലെൻഡ് ചെയ്യും, സ്ട്രെയിൻ ചെയ്യും. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ. ഇത്തിരി വെള്ളം ഒഴിക്കാം, എന്നിട്ട് അടച്ച് വയ്ക്കുക. നമ്മളിപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇത്രയും വെള്ളം മതി. ഇനി ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ. ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മടി കാരണം ചില സമയങ്ങളിൽ സ്ട്രെയിൻ ചെയ്യാറില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഞാൻ സ്ട്രെയിൻ ചെയ്യും.
നമ്മുടെ താളിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാട്ടോ അതിന്. അപ്പം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ല, അതിൻ്റെ പൾപ്പ് ഭയങ്കര സ്മൂത്താണ് സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അത് വാഷ് ഓഫ് ചെയ്ത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും നിങ്ങൾക്ക് സ്കാൽപ്പിൽ തയ്ക്കാം. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അതിങ്ങനെ കാണും. നമ്മൾ ഉലുവയൊക്കെ തേക്കില്ല, അതേപോലെ ഇതിൻ്റെ ഒരു പച്ചപ്പ് തരിപ്പ് 2 ദിവസം കുളിക്കുമ്പോൾ തീരും. അപ്പം ഞാൻ പിറ്റേ ദിവസം ചിലപ്പോൾ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ കിടക്കൂലേ, അതുകൊണ്ടാണ് ഞാനത് ചില ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ എടുത്ത് തേക്കാറുമുണ്ട്. സോ ഇതാണ് സാധനം. ഇനി ഇത് തലയിൽ അപ്ലൈ ചെയ്യുക. തലയിൽ എന്ന് വെച്ചാൽ സ്കാൽപ്പിലാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. എന്താ സ്കാൽപ്പിലാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. തലയിൽ ഇതിലേക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം, തുളസിയൊക്കെ ഉള്ളതല്ലേ. അപ്പം അപ്ലൈ ചെയ്യുക. ഞാൻ തലയിലോ മേത്തോ എന്ത് തേക്കുമ്പോഴും മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തേക്കാറ്. അതല്ല എത്ര പേർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ തലയിലോ മേത്തോ മോത്തോ എന്ത് തേക്കുമ്പോഴും ഉള്ളിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തേക്കാറ്. ഇതിപ്പോൾ കണ്ടോ ഒരു ചിറങ്ങിയത് ഇതേപോലെ നമ്മുടെ ഉടുപ്പിലൊക്കെ ആവും. നമ്മൾ പൾപ്പും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഉടുപ്പിലൊക്കെ ആവും. അപ്പോൾ അതെ എൻ്റെ ഇവിടം വരെ വന്നു, ഇവിടെയൊക്കെ വന്നു. എനിക്ക് നീറുന്നില്ല. സവോള ഉണ്ട്, എനിക്ക് നീറുന്നില്ല ബിക്കോസ് ഞാനത് വെള്ളത്തിലിട്ടുകൊണ്ടാണ്. എല്ലാവർക്കും ഇനി ചിലപ്പോൾ അത് ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്കതങ്ങനെ, എനിക്കത് ഫലിക്കാറില്ല. എനിക്ക് എൻ്റെ മമ്മി പറഞ്ഞു തന്ന ടിപ്പാണത്. നമ്മൾ അത് അരിയുന്നതിന് മുന്നെയാണ് അങ്ങനെ ചെയ്യാറ്. ഇത് കഞ്ഞിവെള്ളം കൂടി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു തിക്നെസ് ഉണ്ടായിരുന്നു. നമ്മൾ പ്ലെയിൻ വാട്ടറല്ലേ. കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൻ്റെ മട്ടില്ലേ, കഞ്ഞിവെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഊറിക്കഴിയുമ്പോൾ അടിയിലൊരു മട്ടുണ്ടാവും, സ്റ്റാർച്ചി മട്ട്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മളിത് ഞാനിങ്ങനെ ചിലവരിങ്ങനെ പഞ്ഞിയൊക്കെ ഇട്ട് ഓരോന്ന് തേക്കണം കാണാം. എനിക്ക് കൈയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഞാൻ ഈ മൈക്കൊന്ന് ഊരട്ടെ കേട്ടോ. ഞാൻ ബാക്കി വോയിസ് ഓവർ കൊടുക്കാം, എനിക്ക് പേടിയാണ് മൈക്കിലായാലോ എന്ന്. അപ്പോൾ നമ്മളിത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. നമ്മൾ ഒരു 3 to 5 minutes കൈ കൊണ്ട് നന്നായിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മസാജ് ചെയ്യുക. നന്നായി മസാജ് ചെയ്യണം. മസാജ് ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ വിത്തിൻ ചെയ്യുള്ളൂ. ഇങ്ങനെ കണ്ടോ, ഈ വിരൽ കൊണ്ട് മസാജ് ചെയ്യണം. നഖമായിട്ട് മസാജ് ചെയ്യരുത്. വിരൽ കൊണ്ട് വേണം മസാജ് ചെയ്യാൻ, നഖം കൊണ്ട് മസാജ് ചെയ്യരുത്. അപ്പോൾ അവിടെ ഇങ്ങനെ സ്ക്രാച്ച് പോലെയൊക്കെ ഉണ്ടാവും, സ്കാർസ് പോലെ വരും സ്കാൽപ്പിൽ. പിന്നെ മുടിയുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, അപ്പോൾ നീറും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. നമ്മൾ ഒരിക്കലും നഖം കൊണ്ട് മാന്തിയിട്ട് ചെളിയാണെങ്കിലും ഡാൻഡ്രഫ് ആണെങ്കിലും കളയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ സ്കാൽപ്പിനും ഭയങ്കര കേടാണത്. അപ്പോൾ ഇതിങ്ങനെ മുടി ഇങ്ങനെ വകഞ്ഞിട്ട് ഇട്ടിട്ട് മസാജ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കുഞ്ചിക്കഴുത്ത് എന്ന് പറയില്ലേ, തലയുടെ ബാക്ക് സൈഡ്, അവിടെയും ഇതേപോലെ ഓവറോൾ ഫുൾ സ്കാൽപ്പ് നമ്മളിങ്ങനെ ഈ സാധനം ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മസാജ് ചെയ്യുക. ഇത് ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുത്, കാരണം നമുക്ക് മസാജ് ചെയ്യാനും ഒഴിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ മസാജ് ചെയ്യണം. ഒരുപാട് സാധനം എടുത്തിട്ട് വേസ്റ്റ് ചെയ്ത് കളയുകയും വേണ്ട. നമുക്കറിയാമല്ലോ നമ്മുടെ തലയിലേക്ക് എത്ര ആവശ്യം വരും, അല്ലെങ്കിൽ ഒരു 1-2 പ്രാവശ്യം നിങ്ങൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഫുള്ള് തലയിൽ ഒഴിച്ചിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ദിവസം എടുക്കാവുന്ന ക്വാണ്ടിറ്റിയാണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അത് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇങ്ങനെ വേണം, കണ്ടോ കൈ കണ്ടില്ലേ, നഖം വെച്ചിട്ടല്ല വിരൽ വെച്ചിട്ടാണ് ഞാൻ മസാജ് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 2 to 3 അല്ലെങ്കിൽ 3 to 5 minutes
നിങ്ങൾ മസാജ് ചെയ്യുക. ഇത് എന്നാൽ മാത്രമാണ് ഈ സാധനം നമ്മുടെ ഉള്ളിലേക്ക്, തലയുടെ സ്കാൽപ്പിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ആയിട്ട് ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഡാൻഡ്രഫിനാണെങ്കിലും എന്തെങ്കിലും ഉപകരിക്കുള്ളൂ. അല്ലാണ്ട് 1 മണിക്കൂർ നിങ്ങൾ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പ്രയോജനമൊന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. മസാജ് ചെയ്യുന്നതിലാണ് ഈ സാധനങ്ങൾ തലയിലേക്ക് ഇറങ്ങി പോകുള്ളൂ. പിന്നെ സൈനസും കാര്യങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക, നോക്കിയിട്ടൊക്കെ ചെയ്യുക. 3 to 5 മിനിറ്റ്സ് ആണ് മസാജ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ മൈക്ക് ഊരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലായാൽ പിന്നെ മെനക്കേടാണ്. അപ്പോൾ ഞാനൊരു 3 to 5 മിനിറ്റ്സ് മസാജ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരം ഭയങ്കര അഗ്രസീവായിട്ട് ചെയ്യരുത്. മൈൽഡായിട്ട് ഇങ്ങനെയും ചെയ്യരുത്, ഇങ്ങനെ മസാജ് ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്തിട്ട് ഇനി ഇതൊരു 20-30 അങ്ങനെ എത്രയെങ്കിലും സമയം അതൊന്ന് ഡ്രൈ ആവുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അത് നമ്മൾ ടൈറ്റായിട്ട് കെട്ടി വെക്കരുത്, ഭയങ്കരം ചെറിയ ലൂസായിട്ട്. കാരണം ചിലപ്പം ഇത് ഉണങ്ങാതെയാണല്ലോ നമ്മൾ കെട്ടി വയ്ക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങും ഭയങ്കര ടൈറ്റ് ആവുകയാണെങ്കിൽ. ഇതിലിപ്പോൾ ഏതാ മൈക്ക്? ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് കോതിയിട്ട്, ഇതിപ്പോൾ ഞാൻ ഹെയറിലൊന്നും തേച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഇരുന്നോളൂ. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 30 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ കുളിക്കാൻ പോവാണ്. കണ്ടാൽ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് തേക്കുമ്പോൾ ഒരു തണുപ്പുണ്ടാവും. നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തണുപ്പുണ്ടാവും. ആ തണുപ്പ് കുറഞ്ഞു വരും. ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഇരുന്നാൽ മതി. 30 to 40 മിനിറ്റ്സ് ഇരിക്കാം, 20 to 30 മിനിറ്റ്സ് ഇരിക്കാം. അതൊക്കെ ഇപ്പം ഭയങ്കര സൈനസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെ ഇരുന്നാൽ മതി. ഫസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ ഞാൻ മുഖത്ത് എണ്ണ തേച്ചാണ് കേട്ടോ, നാൽപ്പാമരാതി. എൻ്റെ ഈ പാട് ഭയങ്കര, എനിക്കറിയാതെ നന്നായി ടൈം എടുക്കും, പക്ഷെ അത് കാണുമ്പോൾ ഒരു വിഷമം. പിന്നെ നാൽപ്പാമരാതി തേച്ചതാണ്. സോ ഇനി ഇത് കുളിക്കുമ്പോൾ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക, പിന്നെ വെള്ളം ഒഴിക്കുക, ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്യുക, വെള്ളം ഒഴിക്കുക. വേറെ ഇപ്പോൾ ഷാമ്പൂ യൂസ് ചെയ്യണം നിങ്ങൾക്ക് എന്നൊക്കെ നിർബന്ധമുള്ളവരാണെങ്കിൽ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാംപൂസ് യൂസ് ചെയ്യുക. അപ്പോൾ അത്രയും. പിന്നെ ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഈ പാക്ക്, വേറെ 2 ദിവസം വേറെ പാക്ക്, പിന്നെ 2 ദിവസം എണ്ണ തേക്കും. പിന്നെ ചിലപ്പം 2 ദിവസം കുളിക്കില്ല, തല നനയ്ക്കില്ല. ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കുന്ന ആളല്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ 30 മിനിറ്റാണ് ഇപ്രാവശ്യം വെച്ചത്. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോകണം. നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് പോയിട്ട് നാൽപ്പാമരാതി തേച്ചത്. എനിക്ക് ഇത്രയും നേരമായിട്ടും നീറിയിട്ടില്ല. അങ്ങനെ നീറുകയാണെങ്കിൽ എൻ്റെ കണ്ണൊക്കെ ചുമന്ന് വരും. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒണിയൻ സോക്ക് ചെയ്ത് വെക്കുന്നത് വർക്ക് ചെയ്യും. ഇവിടെ ഭയങ്കര കൊതു. അപ്പോൾ ഞാൻ പോയിട്ട് കുളിക്കട്ടെ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ എന്തെങ്കിലും സാധനമായിട്ട് വരാം.